നാടുകടത്തപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഈ വർഷം ഡിസംബറോടെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് 78-കാരിയായ ഹസീന ഇക്കാര്യം അറിയിച്ചത്. തനിക്കും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലെത്തി സ്വമേധയാ കോടതിയിൽ കീഴടങ്ങാനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിച്ച നേതാവാണ് ഷെയ്ഖ് ഹസീന. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് 20 വർഷത്തോളം നീണ്ട ഭരണത്തിന് വിരാമമിട്ട് അവർ ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു. പ്രക്ഷോഭം അടിച്ചമർത്താൻ സ്വീകരിച്ച നടപടികളുടെ പേരിൽ കഴിഞ്ഞ നവംബറിൽ ബംഗ്ലാദേശ് കോടതി ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും ഹസീന നിഷേധിച്ചിട്ടുണ്ട്. തിരിച്ചെത്തിയാൽ തന്നെ അറസ്റ്റ് ചെയ്യുകയോ കൊല്ലുകയോ ചെയ്തേക്കാമെന്ന് അറിയാമെങ്കിലും നാട്ടിലേക്ക് മടങ്ങും എന്നാണ് ഹസീനയുടെ നിലപാട്. എന്റെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും കടുത്ത അടിച്ചമർത്തലാണ് നേരിടുന്നത്. മരണം വന്നാൽ അതെന്റെ മാതാപിതാക്കൾ അടക്കം ചെയ്തിരിക്കുന്ന അവരുടെ രക്തം ചിന്തിയ സ്വന്തം മണ്ണിൽ തന്നെയാവട്ടെ, അവർ അഭിമുഖത്തിൽ പറഞ്ഞു. അവാമി ലീഗിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം ബംഗ്ലാദേശിലേക്ക് മടങ്ങി കോടതിയിൽ കീഴടങ്ങാനാണ് പദ്ധതിയെന്നും ഹസീന അറിയിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്സമാൻ ഖാൻ കമാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഹസീനയുടെ മടക്കം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാക്കും എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഹസീനയ്ക്ക് അഭയം നൽകിയതിനെ തുടർന്ന് വഷളായ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മെച്ചപ്പെടുന്നതിനും ഇത് വഴിയൊരുക്കിയേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.